കുറച്ച് നേരത്തേക്ക് നല്ല ടെൻഷനിലായിപ്പോയി. ഇപ്പോഴാവും സമാധാനമായ. എനിക്ക് ആ പെണ്ണിനെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ അവളുടെ പേര്? ദുർഗ. ആ കൊള്ളാം. ടഫ് ടു ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി അങ്ങ് പോയില്ലേ ആ സുന്ദരിക്കുട്ടി? എനിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അവളൊരു രാക്ഷസിയാ. ഒന്ന് പരിചയപ്പെടുത്തിത്താ, ഞാനൊന്ന് അടുത്തറിയട്ടെ. അവസരം വരും, ഞാൻ പറയാം. പറഞ്ഞാ മതി. ഞാൻ ആ എസ് ഐ കണ്ടിട്ട് എല്ലാം സെറ്റിലാക്കാം. പോട്ടോ, ഞാനേ ഇവിടെ തന്നെ കാണും. ശരി, ഓക്കെ. മോളെ അഷി, നീ എന്തിനാ കരയുന്ന? എന്താ പറ്റിയേ? എന്താ അഷി, നീ കാര്യം പറ. ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? നീ കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ല. എന്താ നാത്തൂനെ, എന്തിനാ അഷിത കരയുന്നത്? നാത്തൂന് അവളെ വഴക്ക് പറഞ്ഞു? ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആ എനിക്കറിയത്തില്ല. കുറച്ചു നേരമായിട്ട് ഞാൻ ഇത് തന്നെ ഇവളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എന്താണെന്ന് എന്നോട് പറ. വാ വാ പറ, അപ്പച്ചി പരിഹാരം ഉണ്ടാക്കാം. ഞാൻ വിളിച്ചിട്ട് പൃഥ്വി കോൾ എടുക്കുന്നില്ല. കൊറേ വിളിക്കുമ്പോ കോള് കട്ടാക്കുക. ഇതാണോ കാര്യം? ഈ നിസ്സാര കാര്യത്തിനാണോ കരയുന്നേ? എന്നെ മോളെ, പൃഥ്വി തിരക്കിലായിരിക്കും, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തെ. അല്ല, എത്ര തിരക്കാണെങ്കിലും പൃഥ്വി എന്റെ കോൾ എടുക്കുന്നത്. അഷി, നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ പെരുമാറല്ലേ. പൃഥ്വിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതാ. അപ്പൊ തിരക്കായാലും കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും അല്ല എന്റെ സങ്കടം. ഇപ്പൊ പൃഥ്വിനെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണം അവളാ, ആ ദുർഗ. ദുർഗയോ? അതെ അപ്പച്ചി, ദുർഗയും പൃഥ്വിയും തമ്മിൽ പണ്ട് കോളേജിൽ വെച്ച് പരിചയമുണ്ട്. അല്ല, ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാ. പൃഥ്വിമോൻ അവിടെ ഇല്ലേ? ഇല്ല. എന്താ ആന്റി? അഷിമോള് ഇവിടെ വലിയ ടെൻഷനിലാ. പൃഥ്വിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നേ. അയ്യോ, അതിന് ടെൻഷൻ ആവാനൊന്നുമില്ല. പൃഥ്വി എന്തേലും തിരക്കിലായിരിക്കും. അത് ഞാൻ മോളോട് പറഞ്ഞു. പക്ഷേ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. കരച്ചിലും ബഹളം ഒക്കെ അവള്. മോൻ അവിടെ ഇല്ലേ? ഇല്ല ആന്റി, ഞാനും കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോൾ എടുത്തില്ല. എന്തേലും എമർജൻസി വർക്കിലായിരിക്കും. പൂർണിമ മോൾക്ക് ഒന്നും തോന്നരുത്. അഷിയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വിളിച്ചത്. പിള്ളേരുടെ കാര്യല്ലേ, എന്തെങ്കിലും വഴക്കും പിണക്കോ ആയിട്ടാണോ കോൾ എടുക്കാത്തെന്ന് അറിയില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയുന്നത് തന്നെയാ നല്ലത്. അത് തിരുത്തേണ്ടത് നമ്മുടെ കടമയാ. ആന്റിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ആ അത് മതി. സത്യത്തിൽ മോളോട് സംസാരിച്ചപ്പോഴാ മനസ്സിനൊരാശ്വാസമായത്. എന്താ പിള്ളേർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയാത്തതിന്റെ ടെൻഷനിലായിരുന്നു ഞാൻ. അഷിതയോട് വിഷമിക്കരുതെന്ന് പറയണം. പൃഥ്വി വന്നാലുടനെ അഷിതയെ വിളിക്കാൻ പറയാം. ശരി മോളെ. First of all, congrats to all teams. തമിഴ്നാട്ടിൽ നമ്മൾ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് അവർ അന്വേഷണം നടത്തി. അവിടെ നിന്നും മേനോന്റെ ആൾക്കാർ കടത്താൻ ശ്രമിച്ച കുട്ടികളെയും ഭിക്ഷക്കാരെയും സേഫായി രക്ഷിച്ചു. ആ ജേർണലിസ്റ്റിനെ നമുക്ക് വിശ്വസിക്കാം. അവരെ ടീം മെമ്പർ പോലെ പരിഗണിക്കാം. പിന്നെ അയാൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ നമ്മളത് ചെയ്തു കൊടുക്കണം. സർ. ആ കുട്ടപ്പിള്ള സാർ, ഞങ്ങൾക്ക് കറക്റ്റായി ലീഡ് തന്നത് തന്റെ ഫൈൻഡിങ്സാ. സോ
കുട്ടൻ പിള്ളയ്ക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സാർ. എല്ലാവരും അലർട്ടായിരിക്കണം. അവരുടെ അടുത്ത നീക്കം നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ സർ. ഓക്കെ, ബൈ. അക്ഷര, സാറ്റലൈറ്റ് ഫോണിൽ ആ ജേർണലിസ്റ്റുമായി സംസാരിച്ച് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കണം. യെസ് ജെഡി. നമ്മുടെ വക ഒരു താങ്ക്സ് പറയേണ്ട ജെഡി. തീർച്ചയായും.